കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡയറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു. ഡയറ്റിനെ പറ്റി ഏകദേശം ഒരു ഓവർവ്യൂ എങ്ങനെയായിരുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ വീഡിയോയിൽ ഞാൻ വർക്കൗട്ടിനെ പറ്റിയിട്ടാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. എങ്ങനെയായിരുന്നു തുടങ്ങിയത്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പീരീഡിൽ എന്തായിരുന്നു സംഭവിച്ചത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയാണ്, ഇനി എങ്ങനെയാണ് പോകാൻ താല്പര്യപ്പെടുന്നത്. തുടങ്ങിയ സമയത്ത് ജിമ്മില്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ കിടക്കുന്ന കമ്പിയും അമ്മിക്കല്ലും കട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. അന്നൊരു കാര്യം അറിയാമായിരുന്നുള്ളൂ, നമ്മൾ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ മസിൽ വയ്ക്കും. അല്ലാതെ അതിൻ്റെ ന്യൂട്രീഷനാക്കി ഒന്നും അറിയത്തില്ല. നമ്മൾ പയറും പരിപ്പും ചോറും അച്ചാറും ഒക്കെ കഴിച്ചിട്ടാണ് ഈ സാധനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിമ്മിലൊക്കെ പോകുന്ന സമയം, കോളേജൊക്കെ കയറി ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ജിം മെമ്പർഷിപ്പ് എടുത്തു. ജിം മെമ്പർഷിപ്പ് എടുത്തിട്ട് സ്ഥിരമായി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകാൻ തുടങ്ങി. പക്ഷേ സ്ഥിരമായി ജിമ്മിൽ പോകുന്നില്ലാത്ത അവസ്ഥയായി. പല കാരണങ്ങളും, തിരക്ക്, യുനോ ലൈഫ്. പക്ഷേ അത് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം കണ്ടിട്ടിരുന്ന കുറേ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെഫ്, മറ്റേ അത്ലീനെക്സിനകത്ത് ജെഫ്, പിന്നെ റിച്ച് പിയാനോ പോലെയുള്ള കുറേ ആളുകൾ, ഇവരുടെയൊക്കെ ആയിരുന്നു വീഡിയോസ് നമ്മൾ കാണും. പിന്നെ റോക്ക്, അവരുടെയൊക്കെ ആയിരുന്നു വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്നും പുളകിതരായി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ആ സമയത്ത് നമുക്ക് ഈ സിസ്റ്റമാറ്റിക് ഫാറ്റീഗ് എന്താണ്, റെസ്റ്റിൻ്റെ ആവശ്യം എന്താണ്, സ്ലീപ്പിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, ന്യൂട്രീഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി യാതൊരുവിധ അറിവില്ല. ഇപ്പോൾ ഇഷ്ടം പോലെ കണ്ടൻറ്റ് നമുക്കുണ്ട്. പിന്നെ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാന്മാരുടെ അടുത്ത് പോയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. സോ ജിം ആശാന്മാരുടെ ഒരു സ്ഥിരം ഒരു എഴുതി വെച്ചിട്ടുള്ള ഒരു പൊൻതകിടിൽ എഴുതി വെച്ചിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. അവർ ആദ്യം ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മക്കളെ ഒരു 4 സെറ്റ് പുഷപ്പ് പോരട്ടെ, 10 വീതം. പിന്നെ അത് കഴിഞ്ഞ് അവർ റൗണ്ട് അടിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും മക്കളെ അടുത്ത പുള്ളപ്പ് പോരട്ടെ, ഒരു 3 സെറ്റ് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു മെഷീൻ കാണിച്ചിട്ട് ഇത്ത കയറിയിട്ട് നീ ഒരു 4 സെറ്റ് 15 റെപ്പ് അടിച്ച എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യും. അത് എന്താ പറയുന്നത്, പവർ ഓഫ് സജഷൻ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ അങ്ങ് ചെയ്യും. പിന്നെ അതൊക്കെ വിട്ട് ഞാൻ പിന്നെ സ്വയമേ വേറെ ജിമ്മുകളിൽ ഞാൻ പേ ചെയ്ത് ജിമ്മിൽ പോയി സ്വയമേ ഈ കണ്ടൻറ്റൊക്കെ കണ്ടിട്ട് പ്രോഗ്രാമുകളൊക്കെ അവരുടെ കോപ്പി ചെയ്യുന്ന സമയത്ത് പോപ്പുലറായിട്ടുള്ള കാര്യമായിരുന്നു ബ്രോ സ്പ്ലിറ്റ് എന്നുള്ളത്. ഓരോ മസിൽ പാർട്ടിനും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ദിവസവും പിന്നെ അതിലിങ്ങനെ 5 സെറ്റൊക്കെ അടിച്ച് ഇങ്ങനെ പമ്പായി കയറിയിരിക്കുന്ന ഒരു സമയം. അതൊക്കെ ഹയർ ഫ്രീക്വൻസി, ഹയർ വോളിയം വർക്കൗട്ടുകൾ. പിന്നെ അതിൽ നിന്നും പിന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു. കൂടുതൽ ഇൻഫർമേഷൻ ഇൻ്റർനെറ്റിലൊക്കെ വരാൻ തുടങ്ങി. അതിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെ എത്തി നിൽക്കുന്നത് ഈ കുറേ കാലമായിട്ട് പുഷ് പുൾ ലെഗിലേക്കാണ്. പുഷ് പുൾ ലെഗ് കുറേ മാനേജബിളാണ്. നമ്മളുടെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ സാധനമാണ്. ജിമ്മിൽ അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആസ് ലോങ് ആസ് യു പുട്ട് ഇൻ ദ എഫേർട്ട്. നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട്, ഓണസ്റ്റ്ലി നമ്മളാരും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സോ ആസ് ലോങ് ആസ് വി പ്രൂവ് ടു അവർ സെൽസ്, ആ എഫേർട്ട് അവിടെ ഇട്ടിട്ട് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ പ്ലാൻ ചെയ്യാനുള്ള സമയം കിട്ടും, പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കിട്ടും, പ്രോപ്പറായിട്ട് പിന്നെ ബാക്കി ലൈഫ് ഡീൽ ചെയ്യാനുള്ള സമയം കിട്ടും, സ്ലീപ്പ് ചെയ്യാനുള്ള സമയം കിട്ടും. പിന്നെ അത് ടു ഓവർവെൽമിങ് അല്ല. എൻ്റെ പുഷ് പുൾ ലെഗ് 4 ദിവസത്തെ സൈക്കിളാണ്. 4 ദിവസത്തെ സൈക്കിളിൽ 3 ദിവസം പുഷ് പുൾ ലെഗ്, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം റെസ്റ്റ്. ഇഫ് ഐ ഫീൽ ലൈക്ക് ഞാൻ ടു ടയേർഡാണ്, അല്ലെങ്കിൽ എനിക്ക് കുറേ ഫറ്റീഗ് ഉണ്ടെങ്കിൽ ഞാനത് ഐ വുഡ്ന്റ് ഈവൻ ബോദർ ബീയിങ് ഇൻ എ ആക്റ്റീവ് സ്റ്റേറ്റ്. ഞാൻ ഒന്നും ചെയ്യില്ല. മേ ബി അതൊരു സെഡൻറ്ററി ഡേ ആയിരിക്കും. എന്നുവെച്ചാൽ റെഗുലർ ലൈഫ് മുന്നോട്ട് പോകും, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അതല്ലാതെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഞാൻ എടുക്കാറില്ല. ഞാൻ 10,000 സ്റ്റെപ്സ് ഒന്നും ഫില്ല് ചെയ്യാൻ ശ്രമിക്കാറില്ല. പിന്നെ അടുത്ത 3 ദിവസം തുടങ്ങും. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഈ പറയപ്പെടുന്ന പുഷ് പുൾ ലെഗ് ദിവസങ്ങളിൽ ഉണ്ട് എങ്കിൽ ഞാൻ ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഒരു ദിവസം റെസ്റ്റ് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് പോയിട്ടുണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ട്വിസ്റ്റ് ഈസ് ബിക്കോസ് എനിക്ക് ഒരു